ഹേ ഗായ്സ്, ഇന്ന് ഞാൻ ചുമ്മാ വീട്ടിലിരുന്ന് ഫോണും തോണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇനി റമളാൻ എത്ര ദിവസം ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാ. ഗായ്സ്, ഇനി ഏകദേശം 9 ദിവസം ഉള്ളൂ കേട്ടോ റമളാൻ. എന്റെ മോനെ എത്ര പെട്ടെന്നല്ലേ. സമയം ഏകദേശം 12:30 ആയിട്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ലുഹർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലുഹറൊക്കെ നിസ്കരിച്ചതിന് വെറുതെ ഒന്ന് അടുക്കളയിലേക്ക് പോയപ്പോഴാണ് അവിടെ ഒരാൾ കിടക്കണ്ടായിരുന്നു. ഗായ്സ്, എന്റെ വീട്ടിൽ 2 പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെ ആളാണ് ഇത് കേട്ടോ. ഇതിന്റെ പേര് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ശിങ്കു എന്നാണ്. ഗായ്സ്, ഇതിന്റെ പ്രത്യേകത എന്താ പറയുക, ഇത് വളരെ പാവം പിടിച്ചൊരു പൂച്ചയാണ് കേട്ടോ. ഈ ലോകത്തെ ഏറ്റവും പാവമുള്ള പൂച്ച ഇതാണ്. കാരണം ഒരു വഴക്കിനും പോയില്ല, ഒന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് രണ്ടാമത്തെ പൂച്ചക്കുട്ടിനെ കാണിച്ചു തരാം ഗൈസ്. അവനെ തപ്പണെങ്കിൽ കുറച്ച് പണിയുണ്ട്. എവിടെയെങ്കിലൊക്കെ പോയി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അവൻ ഞാൻ പുറത്തൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവൻ വെളിയിലൊന്നും കാണാനില്ല. അങ്ങനെ ഞാൻ റൂമിൽ പോയി തപ്പിയപ്പോഴാണ് ഗൈസ് നമ്മൾ പണ്ടത്തെ ടീ പോയിന്റ് താഴെ പോയി കിടക്കുകയുണ്ടാ. സംഭവം ഞാൻ അവനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കാണണ്ടെന്ന് കരുതിയിട്ട് റൂമിൽ പോയി ഒളിഞ്ഞിരിക്കും. നമ്മുടെ പൂച്ചക്കുട്ടികളുടെ ഫുഡാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു 7 കിലോയുടെ ഫുള്ള് ബിസ്ക്കറ്റാണ്. നേരത്തെ ഇതുപോലെ ഒരു ബിസ്ക്കറ്റ് ചാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇവർ രണ്ടുപേരും ഫുള്ളും തിന്ന് തീർത്തുണ്ട്. പുറത്താണെങ്കിൽ കോഴികൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലായതുകൊണ്ടാണ് തോന്നുന്നത്. എല്ലാവർക്കും നല്ല ദാഹമുണ്ട്. നമ്മൾക്ക് റമളാൻ എങ്ങനെ നോമ്പ് വയ്ക്കുക എന്തോ ഒരു പിടുത്തമില്ല. ടിവിയിലാണെങ്കിൽ കുറച്ചാലും മുമ്പ് ഇറങ്ങിയ കൊറോണ ധവാൻ എന്ന സിനിമ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതൊരു 3/4 മണിക്കൂർ കാണുമ്പോൾ തന്നെ എനിക്ക് സിനിമ വലിയ ഇഷ്ടമായില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, ബൈ.